ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മുടെ ഒരു ദിവസം ഇവിടെ അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ചു ട്യൂഷന് പോയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നല്ല തണുപ്പൊക്കെ ആയ കാരണം കൊണ്ടേ രാവിലെ തന്നെ എണീക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഇന്ന് എന്താ ഈ വേഷത്തിലെന്ന് വെച്ചാൽ ചുമ്മാ എടുത്തതാണ് കേട്ടോ. ഇന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നേ. അപ്പോൾ പിന്നെ കരുതി എന്തായാലും ഇന്ന് ഫുൾ ഡേ ഇതെടുത്തിട്ട് അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഇതെടുത്തേക്കൊള്ളാമോ. അപ്പോൾ എന്നാൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എണിച്ചത് തന്നെ. അച്ചു ട്യൂഷന് പോയതിൻ്റെ ശേഷം ഞാൻ വീണ്ടും കിടന്നായിരുന്നു കേട്ടോ. പിന്നെയാണ് എണിച്ച് വന്നത്. അപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ദാ നമ്മൾ ആ വേഷത്തിൽ തന്നെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുക ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ വിചാരിച്ചു ചപ്പാത്തി തന്നെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പരത്തലും ചുടലും ഒക്കെ ഒപ്പാവുമ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിയുമല്ലോ. എന്താ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം അവിടെ നിന്നു കേട്ടോ. അപ്പോൾ മുട്ട ഇരിപ്പുണ്ട്. പക്ഷേ മുട്ടക്കറി ഉണ്ടാക്കണമെങ്കിൽ സവോള വേണമല്ലോ. സവോള തീർന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അച്ഛനോട് കടയിൽ പോകാൻ പറഞ്ഞാൽ അവന് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ കടയിലൊക്കെ പോകാൻ അതിന് ഞാൻ തന്നെ പോകണം. അപ്പോൾ പിന്നെ സവോള ഇല്ല. പിന്നെ ഗ്രീൻ പീസ് ഒന്നും നല്ല വെള്ളത്തിൽ ഇട്ടിട്ടില്ലല്ലോ. ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തി. ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തക്കാളിയൊക്കെ അരച്ചിട്ടുള്ളൊരു ചട്നി ഉണ്ടല്ലോ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ ചട്നി ഇഷ്ടമില്ലാത്തവരാണ് എൻ്റെ മക്കൾ കേട്ടോ. പക്ഷേ ഇന്ന് എന്തായാലും അവരിത് കഴിച്ചേ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് ചീത്ത കേൾക്കും ഉറപ്പാണ്. എങ്കിലും വേണ്ടില്ല, ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛനോട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞല്ലേ, അപ്പോൾ അവൻ്റെ ഒരു ഡയലോഗാണ്, ഇവിടെ ഉള്ളത് മാത്രം മതി, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയട്ടെ. പക്ഷെ കഴിക്കാൻ നേരത്തെ ടേബിളിൽ അവൻ വിചാരിച്ച സംഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കഴിക്കാൻ വന്നു കഴിഞ്ഞാലേ എന്താണ് ഇത് ഒരു മേച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യൂട്ടാ. അപ്പോൾ ഞാൻ പറയേ, ഇത്രയും കഴിക്കാൻ കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്, അപ്പോൾ ഇതെങ്കിലും നിങ്ങൾക്ക് കിട്ടണുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെൻറ്റി അടിക്കും കേട്ടോ. ചപ്പാത്തി ഒപ്പം പരത്തലും ചുടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്നിക്കുള്ള തേങ്ങ ചിരകാൻ ഈ സാരിയൊക്കെ എടുത്തിട്ട് തേങ്ങ ചിരകുമ്പോഴേ ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ കത്തി വെച്ചിട്ട് ഇതുപോലെ കുത്തി അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഈ രാവിലത്തെ ചായയുടെ പരിപാടിയൊക്കെ ആരെ കണ്ടുപിടിച്ചാണാവോ അല്ലേ. നമ്മളെ അമ്മമാരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണം, ഇനി നാളെ എന്തുണ്ടാക്കും, അതിലേക്ക് എന്ത് കറി ഉണ്ടാക്കും, ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ വേവലാതി പെടും അല്ലേ. ഒരുവിധം എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെയാവും അവസ്ഥ അല്ലേ. ഉച്ചത്തെ ചോറിൻ്റെ കാര്യത്തിൽ ഇത്രയും ടെൻഷനൊന്നും ഉണ്ടാവില്ല. കാരണം ചോറിൻ്റെ കൂടെ എല്ലാ കറികളും അങ്ങോട്ട് പോവുമല്ലോ. പിന്നെ രാവിലെ ഇതൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടാത്തതും വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തതും ഒക്കെ ആകുമ്പോൾ നമ്മൾ ആകെ ബുദ്ധിമുട്ടും. എന്തൊക്കെയായാലും വേണ്ടില്ല, ഞാനിതാ ടേബിളിൽ ചപ്പാത്തിയും ചട്നിയും ചായയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ റൂമിൽ ഫോണായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നല്ല വിശക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചായക്ക് കടിയെന്ന് വെച്ചപ്പോൾ ഞാൻ പൊറോട്ടയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നലെ നമ്മുടെ വീട്ടിൽ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ്റെ വിചാരം പൊറോട്ടയും ചിക്കൻ കറിയാണെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരികയാണ് കേട്ടോ. എന്ത് ചെയ്യാനാ, ചപ്പാത്തിക്ക് ഒരു മാച്ചില്ലാത്ത കറിയാണ് ചട്നിയെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് ഇത് കഴിച്ചേ പറ്റൂ. ഞാൻ അവൻ്റെ എക്സ്പ്രഷൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ അവൻ ഷർട്ടൊന്നും ഇടാത്ത കാരണം കൊണ്ട് എന്നെ വീഡിയോയിൽ ഇടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞ്. അപ്പോൾ കുറേ ചീത്ത പറഞ്ഞിട്ട് അത് എന്താണ് ഒരു മാച്ചും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഷർട്ടൊന്നും ഇടാത്ത കാരണം വീഡിയോയിൽ കാണിക്കാത്തതാണ്. എൻ്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. അവൻ്റെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു കേട്ടോ. എനിക്ക് ചിരിച്ച് ഞാനൊരു വഴിക്ക് അയക്കണേ. പിന്നെ നല്ല വിശപ്പുള്ളത് കൊണ്ട് ഒരു ചപ്പാത്തി അങ്ങ് കഴിച്ചു വിട്ടാക്കാം. ചട്നി കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ നമ്മുടെ ചായയോടെയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത്രയും നേരമായിട്ട് മോള് എണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവൾ ലേറ്റായിട്ട് കിടക്കുക, ലേറ്റായിട്ട് എണിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ വീട്ടിൽ വന്നുള്ള ഒരു അവസ്ഥ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പോവുമല്ലോ തിരിച്ച്. അപ്പോൾ ഞാൻ ഉമ്മറത്തൊക്കെ അടിച്ച് വാരി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൾ എണിച്ച് വന്നു കേട്ടോ. പിന്നെ പറഞ്ഞ് ഞാൻ അടിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ അടിച്ച് വാരി തന്നു. പിന്നെ ഒന്ന് തുടച്ച് തരികയും ചെയ്തിട്ട്, അതൊക്കെ വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പച്ചക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നെല്ലിക്കച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ഊണൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ 1-2 തുണി കഴുകിയിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് മെഷീനിലൊന്നും ഇട്ടില്ല. അപ്പോൾ അത് കല്ലുമ്മ അങ്ങ് കഴുകിയിടാന്ന് വിചാരിച്ചിട്ട് പുറത്ത് കല്ലിൻ്റെ അവിടെ വന്നിട്ട് തിരുമ്പുമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചു എൻ്റെ പുറകിലുണ്ടായിരുന്നേ. അവൻ ഇങ്ങനെ ഓരോ എന്താ പറയുക ഇലകളും ചെടികളും ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടപ്പുണ്ടായിരുന്നേ. ഈ സാരിയൊക്കെ എടുത്തിട്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന അമ്മമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഈ സാരിയൊക്കെ എടുത്തിട്ട് പണികൾ എടുക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഇന്ന് കിടക്കലൊന്നും ഉണ്ടായില്ല കേട്ടോ പകല്. അപ്പോൾ പിന്നെ ഞങ്ങളിതാ വൈകുന്നേരം ഉമ്മറത്ത് വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അച്ചുവിനെ തൊട്ടടുത്ത കടയിലേക്ക് ഒന്ന് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബിസ്ക്കറ്റ് എന്തെങ്കിലും ചായക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ കൊടുന്ന് വയ്ക്കുമ്പോഴേക്കുണ്ട് ഒരു മീൻകാരൻ പോകണം കേട്ടോ. അപ്പം പിന്നെ ഇന്ന് മീൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു, ചിക്കനല്ലായിരുന്നു. അപ്പോൾ ഇനി നാളെ മീൻ മേടിക്കാനായിട്ട് റോട്ടിൽ പോയി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞിട്ട് വൈകുന്നേരം ഫോണും ഒന്നും കയ്യിലില്ലാതെ ഇതുപോലെ ഉമ്മാർത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചും ആലോചിച്ചും ഇരിക്കുമ്പോൾ അതിന് വേറൊരു സുഖമുണ്ട് കേട്ടോ.
ഇന്നിപ്പോൾ കുട്ടികളുള്ള കാരണം കൊണ്ട് അവരും കൂടെ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ട് ഇരിക്കും. അത് ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇപ്പം നടക്കുന്ന കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊളിയാണ് കേട്ടോ. എന്നെപ്പോലെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവുമല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ ചായയും കടിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. നാളെ മുതൽ ചായ വീണ്ടും സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. കാരണം നാളെ മുതൽ ജിമ്മിന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താ പറയുക, ലാസ്റ്റ് സപ്പർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇന്ന് ലാസ്റ്റത്തെ ചായ കൂടിയൊക്കെയാണ് കേട്ടോ. ബേക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ. വീണ്ടും ജിമ്മിലൊക്കെ പോകുമ്പോഴേ നമ്മുടെ ഫുഡൊക്കെ നന്നായിട്ട് കുറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ പോക്കറ്റ് കാലിയാവും. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ട്, എന്തായാലും ജിമ്മിന് പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചുമ്മാ എന്താ പറയുക, ജിമ്മിൽ പോയി അല്ലെങ്കിൽ കുറേ പൈസ അവിടെ കൊണ്ടുകൊടുത്തു അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്